പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് ആക്രമിച്ച് ബന്ദികളാക്കിയ മുഴുവൻ പേരെയും കൊന്നുവെന്ന് BLA. പാകിസ്ഥാന്റെ ദുശ്ശാഠ്യം 214 ബന്ദികളുടെ കൊലയിലേക്ക് നയിച്ചെന്ന് BLAയുടെ പ്രസ്താവനയിൽ പറയുന്നു. മുഴുവൻ ബന്ദികളെയും രക്ഷപ്പെടുത്തി എന്ന പാക് സൈന്യത്തിന്റെ വാദമാണ് BLA തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. സെബാൻ 214 ബന്ദികളെ വധിച്ചു എന്നാണ് BLA അവകാശപ്പെടുന്നത്. ഇതിൽ വസ്തുത എന്താണ്? എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? പാക് സൈന്യത്തിന്റെ വാദം അങ്ങനെയെങ്കിൽ പൂർണ്ണമായും തെറ്റാണ്, ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ. ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പാകിസ്ഥാൻ മാർച്ച് 11-നാണ് ജാഫർ എക്സ്പ്രസ് ആക്രമിച്ച് അതിൽ 214 പേരെ BLA ബന്ദികളാക്കിയത്. 2-3 ദിവസം കൊണ്ട് നടന്ന ഓപ്പറേഷനിലാണ് 30 BLA സൈനികരെ കൊലപ്പെടുത്തുകയും ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരെയൊക്കെ തന്നെ പൂർണ്ണമായും രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പാക് സൈന്യം അവകാശപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ BLAയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. BLA അവകാശപ്പെടുന്നത് ആ പ്രസ്താവനയിൽ ജിയന്ത് ബലോച്ച് എന്ന് പറയുന്ന അതിൻ്റെ വക്താവിൻ്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ അവകാശപ്പെടുന്നത് 214 പേരെയും കൊല്ലേണ്ടി വന്നു. കാരണം 48 മണിക്കൂറായിരുന്നു പാക് സൈന്യത്തിന് BLA നൽകിയിരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗോഷിയേഷൻ നടത്തണം, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക. അതായത് നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബലോചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം, അതിൽ നിന്ന് ആ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് എക്സ്കവേറ്റ് ചെയ്യുന്ന ധാതു സമ്പത്ത്, അതുപയോഗിക്കുന്ന അതുകൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത്, ഇതൊക്കെ തന്നെ ഇതിൻ്റെ വിനിയോഗം സംബന്ധിച്ച്, അല്ലെങ്കിൽ ചൈനയുമായി ചേർന്ന് ബലോചിസ്ഥാൻ മേഖലയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ഇടനാഴി, ഇതിൻ്റെയൊക്കെ നിർമ്മാണം അല്ലെ അത്തരത്തിലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ബലോചിസ്ഥാന് കൃത്യമായി പങ്ക് ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബലോചിസ്ഥാൻ വംശജർക്ക് അവരുടെ സ്വയം നിർണായ അവകാശം എന്ന് പറയുന്ന പരമ്പരാഗതമായ അവകാശങ്ങൾ തുടങ്ങി ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏറെക്കാലമായി പോരാടുന്ന സംഘടനയാണ് BLA. ഇതിൻ്റെ ഏറ്റവും പുതിയ നടപടി എന്ന നിലക്കായിരുന്നു കഴിഞ്ഞ ദിവസം മാർച്ച് 11-ന് ബോലാനിൽ വെച്ച് ഈ ജാഫർ എക്സ്പ്രസ് ആക്രമിക്കുകയും അതിൽ 214 പേരെ ബന്ദികളാക്കുകയും ചെയ്തത്. അവരുടെ കണക്കും 214 എന്നായിരുന്നു. അതേസമയം ഒരു തരത്തിലും BLAയുമായി ഒരു സന്ധിക്ക് തയ്യാറല്ലാത്ത നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഈ പ്രസ്താവനയടക്കം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഔദ്യോഗികത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങളിലൂടെയാണിത് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ BLAയുടെ ജിയന്ത് ബലോച്ച് എന്ന് പറയുന്ന അതിൻ്റെ വക്താവിൻ്റെ പേരുള്ള ഈ പ്രസ്താവനയുടെ ആധികാരികത വരും മണിക്കൂറുകളിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരും. എങ്കിൽ പോലും ഈ വാർത്തയുടെ പ്രാധാന്യം എന്നത് പാകിസ്ഥാൻ അവകാശപ്പെട്ടതുപോലെ അതിൽ ട്രെയിനിലുണ്ടായിരുന്ന 400-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ 214 പേരെ ഇവർ ബന്ദികളാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി എന്ന അവകാശവാദം അതിനെ നിഷേധിക്കുകയാണ് BLA ചെയ്യുന്നത്. ഒപ്പം തന്നെ 30 BLA സൈനികരെ, അതായത് ബലോച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളെ കൊലപ്പെടുത്തിയെന്നും പാക് സൈന്യം അവകാശപ്പെട്ടിരുന്നു. നേരത്തെ പാക് പ്രധാനമന്ത്രി ബലോചിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ 12 ബലോചിസ്ഥാൻ BLA അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഈ പ്രസ്താവനയിൽ BLA ജിയന്ത് ബലോച്ചിൻ്റെ പേരുള്ള പ്രസ്താവനയിൽ അവകാശപ്പെടുന്നത്. അതിൽ അവരുടെ ഫിദായിൻ, അതായത് അവരുടെ ചാവേർ ബ്രിഗേഡ് ആണ് ഈ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെയും ഉടൻ പുറത്തുവിടുമെന്നും BLA പറയുന്നുണ്ട്. ലക്ഷ്മി, BLA അവകാശപ്പെടുന്നത് അവർ ബന്ദികളാക്കിയ 214 പേരെയും 214 ബന്ദികളെ അവർ വധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സെബാനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.